ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം. പക്ഷേ പലരും തെറ്റിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. ഇവിടെ തന്നിരിക്കുന്നത് ഒരാൾ 15 മണിക്കൂർ യാത്ര ചെയ്യുന്നു, 21 km/h ആദ്യ പകുതി, രണ്ടാമത്തെ പകുതി 24 km/h. അങ്ങനെയാണെങ്കിൽ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണെന്നുള്ളതാണ്. ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആകെ സഞ്ചരിച്ച സമയം ഇൻറ്റു വേഗത. ഇവിടെ വേഗത നമുക്ക് 2 എണ്ണമാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഈ 15 മണിക്കൂർ കൊണ്ട് ഈ വ്യക്തി സഞ്ചരിച്ച ശരാശരി വേഗത കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ 15 കൊണ്ട് ഗുണിച്ചാൽ ദൂരം കിട്ടും. ഇവിടെ തന്നിരിക്കുന്നത് 2 വേഗതകളാണ്, ഒന്ന് 21ഉം 24ഉം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അറിയാതെ ശരാശരി വേഗത എന്ന് പറയുന്നത് 21 കൂട്ടണം 24/2 എന്ന് ചെയ്തു പോകും. ആ രീതിയിൽ ചെയ്താൽ നിങ്ങൾ തെറ്റായ തരത്തിലേക്കാണ് എത്തുക. ശരാശരി വേഗത കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആദ്യത്തെ പകുതി ഒരു വേഗതയിലും രണ്ടാമത്തെ പകുതി വേറൊരു വേഗതയിലുമാണ് സഞ്ചരിച്ചത് എന്നുള്ള രീതിയിലാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ശരാശരി വേഗത കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. 2 ഇൻറ്റു ആദ്യത്തെ വേഗത ഇൻറ്റു രണ്ടാമത്തെ വേഗത ഡിവൈഡഡ് ബൈ ആദ്യത്തെ വേഗത പ്ലസ് രണ്ടാമത്തെ വേഗത. അപ്പോൾ നമുക്ക് ദൂരം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗത കിട്ടും. ദൂരം എന്ന് പറഞ്ഞാൽ ഈ വേഗത ഇൻറ്റു എത്ര സമയം സഞ്ചരിച്ചു എന്നുള്ളതാണ്. അതായത് 2 ഇൻറ്റു ആദ്യത്തെ വേഗത 21, രണ്ടാമത്തെ വേഗത 24 ഡിവൈഡഡ് ബൈ 21 പ്ലസ് 24. ആകെ സഞ്ചരിച്ച സമയം 15 മണിക്കൂറാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ പോരെ. ഇവിടെ നമുക്ക് 2 ഇൻറ്റു 21 ഇൻറ്റു 24, ഇവിടെ ഈ 15ഉം ഇവിടെ നമുക്ക് 45 കിട്ടുക. ഇതിനെയും നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3 കിട്ടും. ഇവിടെ 21 പ്ലസ് 24 45ആണ്. 45ഉം 15ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 എന്ന് കിട്ടും. ഈ 3നെയും ഈ 21നെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 7 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസറിൽ 2 7 14 ഇൻറ്റു 24 എന്നാവും. 14 ഇൻറ്റു 24 എത്രയാണ്? 4 4 14 6, ബാക്കി 1 4 4 1 5, 2 14 28. അപ്പോൾ 6 3 336 നമ്മുടെ ഉത്തരം വേണ്ടത്. 336 km/h. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ 15 മണിക്കൂർ ഈ വ്യക്തി യാത്ര ചെയ്തു എന്നാണ്. ആ ചോദ്യം 10 മണിക്കൂറാണ് ഈ വ്യക്തി യാത്ര ചെയ്തതെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ള നിങ്ങളുടെ ഉത്തരം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക.